സ്പെയിനിൽ വിദ്യാഭ്യാസ വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ്. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ കള്ളക്കേസും. തിരുവനന്തപുരം കഴിവൂർ സ്വദേശി മിഥുൻ എന്ന ചെറുപ്പക്കാരൻ നേരിട്ട ദുരനുഭവമാണിത്. തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്യുന്ന പോലീസിനെതിരെ മിഥുന്റെ അമ്മ ശ്രീകുമാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചുപള്ളി സ്വദേശിയായ തട്ടിപ്പുകാരൻ 34 പേരിൽ നിന്ന് ഇത്തരത്തിൽ പണം വാങ്ങി കബളിപ്പിച്ചുവെന്നും ശ്രീകുമാരി പറയുന്നു. വിസ തട്ടിപ്പിനിരയായി 8 ലക്ഷത്തോളം രൂപയാണ് ശ്രീകുമാരിക്കും കുടുംബത്തിനും നഷ്ടമായതെന്ന് പരാതിയിൽ പറയുന്നു. ശ്രീകുമാരിയുടെ മകൻ മിഥുന് സ്പെയിനിൽ വിദ്യാഭ്യാസ വിസ വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയെടുത്തത്. കൊച്ചുപള്ളി സ്വദേശിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ശ്രീകുമാരി പറഞ്ഞു. എനിക്ക് മാത്രമല്ല 34 പിള്ളേരെയും അവൻ ഇതുപോലെ തന്നെ പറഞ്ഞ് ചെയ്യിച്ചത്. അപ്പോൾ ഫസ്റ്റിൽ 10 വെച്ച് അവൻ്റെ ഓഫീസിൽ കൊണ്ടുവച്ചാണ് ഞാൻ 20,000 രൂപ അടച്ചത്. 1,80,000 രൂപ അവൻ്റെ വൈഫും അവനും കൂടി വന്ന് എൻ്റെ വീട്ടിൽ വാങ്ങിച്ചതാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് വഴി ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ടാക്സ് വരും, 34 രൂപ പൈസ വന്നാൽ അവന് ടാക്സ് അടയ്ക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ആ കയ്യിൽ വാങ്ങിച്ചു. രേഖ ചോദിച്ചപ്പം പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ പ്രൂഫ് തരാം, റെസീറ്റ് തരാം എന്ന് പറഞ്ഞു. 1 വർഷത്തോളമായിട്ടും വിസ കിട്ടാതായതോടെ പണം വാങ്ങിയ ആളുടെ വീട്ടിലെത്തി ശ്രീകുമാരി തുക തിരികെ ചോദിച്ചെങ്കിലും മർദ്ദനമേൽക്കേണ്ടി വന്നു. കാഞ്ഞിരംകുളം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ മകനെതിരെ തട്ടിപ്പുകാരനും കുടുംബവും കള്ളക്കേസ് നൽകിയെന്ന് ശ്രീകുമാരി പറയുന്നു. തട്ടിപ്പുകാരന് വേണ്ടിയാണ് പോലീസ് പ്രവർത്തിച്ചതെന്നും തനിക്കും കുടുംബത്തിനും നീതി ലഭിച്ചില്ലെന്നും വീട്ടമ്മ. ഇവരെന്നെ നിർബന്ധപൂർവ്വം ഇതിൽ ഒപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞത് അത് എഗ്രിമെൻറ്റിന് തയ്യാറെന്ന് പറഞ്ഞാണ് എന്നിട്ട് അവനെ പറയിപ്പിച്ചാണ് ചെയ്യിച്ചത്. പക്ഷേ കേസ് ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് 19-ാം തീയതി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു മെസ്സേജ് വന്നു. വീണ്ടും ഞാൻ അവിടെ ക്ലോസ് ചെയ്തത് എനിക്കറിയില്ല. ഇവർ പറഞ്ഞത് എഗ്രിമെൻറ്റ് അവർ കൊണ്ടുവരാൻ സമ്മതമാണെന്ന് പറഞ്ഞാണ് ചെയ്യിപ്പിച്ചത്. അല്ലല്ല അവർ ലെഡ്ജർ പോലെ ഇത് വെച്ചിട്ട് അതിലാണ്. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ നിയമവശങ്ങൾ അറിഞ്ഞിടാ. ഇപ്പം പോലീസ് നിയമത്തിന്റെ വഴി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതാണ് എനിക്ക് തെറ്റിപ്പോയത്. പോലീസ് വഞ്ചിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ പരാതിയിൽ പ്രതീക്ഷ പുലർത്തുകയാണ് കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം.